ഇവിടെ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നത് അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് ഒരാൾ അകന്നു കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ കൂട്ടുകാരൻ പിശാചായിരിക്കുമെന്നാണ്. അപ്പോൾ അതിൽ നിന്ന് എന്തു മനസ്സിലായി? എത്ര കണ്ട് നമ്മൾ ദിക്റുകൾ വർദ്ധിപ്പിക്കുന്നുവോ അത്ര കണ്ട് പിശാച് അകന്നു പോകുന്നതാണ്. നിരന്തരമായ ദിക്റുകൾ, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലണം. ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി എഴുന്നേറ്റാലും വസ്ത്രം ധരിക്കുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും ഇണചേരുന്ന സന്ദർഭത്തിലും പ്രഭാത പ്രദോഷങ്ങളിലുള്ള അദ്കാറുകളും നമസ്കാര ശേഷമുള്ള ദിക്റുകൾ, വാഹനത്തിൽ കയറുമ്പോഴുള്ള ദിക്റുകൾ, അങ്ങനെ വ്യത്യസ്ത സന്ദർഭങ്ങളിലൊക്കെ പഠിപ്പിക്കപ്പെട്ട ദിക്റുകളെല്ലാം ചൊല്ലണം. ധാരാളമായി ദുആ ചെയ്യണം, ധാരാളമായി പ്രാർത്ഥിക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് തുടങ്ങിയ ദിക്റുകളൊക്കെ ധാരാളമായി വർദ്ധിപ്പിച്ചാൽ, അങ്ങനെ ദിക്റുകൾ മനസാന്നിധ്യത്തോടു കൂടി ചെല്ലുമ്പോൾ നമുക്ക് അല്ലാഹുവിനെ ഓർമ്മയാകും. അത്തരം ആളുകളുടെ അടുക്കൽ നിന്ന് പിശാച് അകന്നു പോകുന്നതാണ്. ഇത് വളരെ ഗംഭീരമായ ഒരു ഉദാഹരണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുമുണ്ട്. ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൽ ഹാരിസുൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, വ ആമുറുക്കും അൻ തദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണമെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. വ ആമുറുക്കും അൻ തദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം, അഥവാ ധാരാളമായി ദിക്റുകൾ ചൊല്ലണം. ഫ ഇന്ന മസല ദാലിക് കമസലി റജുലിൻ, അള്ളാഹുവിനെ ദിക്റ് ചൊല്ലുന്ന ഒരാളുടെ ഉപമ ഏതുപോലെയാണ്? കമസലി റജുലിൻ, ഒരു വ്യക്തി, ഖറജല അദുവ്വു ഫി അസരിഹി സിറാഅ, ശത്രു സൈന്യം അയാളുടെ പിറകിൽ വളരെ ധൃതിയിലുണ്ട്. ഹത്ത ഇദാ അത അല ഹിസ്നിൻ ഹസീനിൻ, പക്ഷേ അദ്ദേഹം ഭദ്രമായൊരു കോട്ടയിൽ അഭയം പ്രാപിച്ചു. ഫഅഹ്റസ നഫ്സഹു മിൻഹും, അങ്ങനെ ആ ശത്രുക്കളിൽ നിന്ന് തൻ്റെ ശരീരത്തെ, ജീവനെ അയാൾ സംരക്ഷിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ ഉപമ കദാലിക ലഅബ്ദു, അപ്രകാരമാകുന്ന ഒരടിമ, ഒരു വിശ്വാസി, ലാ യുഹ്രിസു നഫ്സഹു മിനശ് ശൈത്താനി ഇല്ലാ ബിദിക്രില്ലാഹ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ കൊണ്ടല്ലാതെ പിശാചിൽ നിന്ന് അയാൾക്ക് സ്വന്തത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. വളരെ വ്യക്തമായ ഹദീസാണ്. നേരത്തെ പറഞ്ഞ ആയത്തിൻ്റെ വ്യക്തമായ വ്യാഖ്യാനവുമാണ്. എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് ദിക്റുകൾ വർദ്ധിപ്പിക്കുന്നുവോ സഹോദരങ്ങളെ, അത്ര കണ്ട് പിശാചുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് നാം രക്ഷപ്പെടും. സുഭദ്രമായ കോട്ടയാണ് അള്ളാഹുവിൻ്റെ അദ്കാറുകൾ.